ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് മന്ത്ലി സെപ്റ്റംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലൈക്ക് ചെയ്യുക, എല്ലാം വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. എത്രയും നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യണോ അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുള്ളൂ. അപ്പോൾ എത്ര ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത്ര ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ റീഡിങ്സ് അവൈലബിൾ ആണ്, ബുക്കിംഗ്സ് അവൈലബിൾ ആണ്. പ്രൈവറ്റ് റീഡിങ്ങിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ അത് നിങ്ങളുടെ മാത്രം സിറ്റുവേഷൻ ആയിട്ടാണ്, നിങ്ങളുടെ എനർജി മാത്രമാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ എല്ലാം ഡീറ്റെയിൽസ് വെബ്സൈറ്റ് ഇമെയിൽ എൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യണം വെച്ചാൽ അതും ചെയ്യാം. യൂട്യൂബിൽ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്, എൻ്റെ ചാനലിൽ ഒരു ജോയിൻ ബട്ടൺ കാണും, അതിനെ ക്ലിക്ക് ചെയ്യുക ആൻഡ് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. മെമ്പർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം ബോണസ് റീഡിങ്സ് കിട്ടും ആൻഡ് ഏർലി ആക്സസ് കിട്ടും. എല്ലാവരുടെയും മുമ്പേ നിങ്ങൾക്കാണ് വീഡിയോസ് കാണാൻ പറ്റുക. അപ്പോൾ ആ ബെനിഫിറ്റ്സ് ഒക്കെ മെമ്പേഴ്സിനേ ഉള്ളൂ, നോൺ മെമ്പേഴ്സിനില്ല. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക, മെമ്പർഷിപ്പിൻ്റെ ബട്ടൺ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് എന്താണ് അവിടെ മെസ്സേജസ് അവിടെ നോക്കാം. അപ്പോൾ പൈസീസ്, നമ്മൾക്ക് നിങ്ങളുടെ സെപ്റ്റംബർ മെസ്സേജിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മെസ്സേജ്? പാസ്റ്റ് എനർജിയിൽ പൈസീസിന് വേണ്ടിയിട്ട് എന്താണ് ഇവിടെ മെസ്സേജ് ഉള്ളത്? ജസ്റ്റിസ്, ലീബ്ര എനർജി. കറണ്ട് സെപ്റ്റംബർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? ക്വീൻ ഓഫ് സോർഡ്സ്. ഫ്യൂച്ചർ എനർജി എന്താണ്? 9 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് സെപ്റ്റംബർ മാസത്തിൻ്റെ ആണ് ടവർ. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കിങ് ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിലാണ് നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജി 3 ഓഫ് വാൻഡ്സ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിൽ റിവീൽ ചെയ്യാം. അപ്പോൾ പൈസീസ് 3 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ച് ആണ്. ഇത് നിങ്ങൾ എന്തിനോ വേണ്ടിയിട്ട് വെയിറ്റ് ആണ് ചെയ്യണത്. എക്സ്പെക്ട് ചെയ്യേണ്ട എന്തോ കോൾ ഓർ മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തോ അങ്ങനത്തെ ഒരു ഇതായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരും, അങ്ങനെ എക്സ്പെക്ടേഷൻസ് ആയിരിക്കാം. ഒരു ജോലിയുടെ ഓഫർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്തോ ഇവിടെ ഇതൊരു എക്സ്പെക്ടേഷൻ്റെ കാർഡാണ്. അപ്പം എന്തോ നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. എന്താണ് ഈ 3 ഓഫ് വാൻഡ്സ് ഉള്ളത് ഇവിടെ? ഹാങ്ഡ് വൺ. അപ്പോൾ ഈ മാസം കുറച്ച് നിങ്ങൾ സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യാൻ വഴിയുണ്ട്. എന്നുവെച്ചാൽ എന്തോ വരുന്നില്ല. അവനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പേഷ്യൻ്റ്ലി വെയിറ്റ് ആണ് ചെയ്യണത്. എവറിത്തിങ് ഇസ് ഫൈൻ. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു എൻഡിങ് കാണാണ്ട്, ഒരു ബിട്രിയൽ മാതിരി കാണാണ്ട്. അത് മേ ബി നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനാണ് ട്രൈ ചെയ്യണത്. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണത്. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങൾക്കൊരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരും എന്നൊരു ഹോപ്പ് ഉണ്ടാവും. ഓറൽസ് എന്തോ പുതിയത് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടോ എന്ന് അങ്ങനത്തെ ഹോപ്പായിരിക്കാം. ഇപ്പം നിങ്ങളുടെ പാസ്റ്റിൽ ജസ്റ്റിസ് ആണ് ലീബ്ര എനർജി. അപ്പോൾ ഇത് മാരേജിൻ്റെ എനർജി ആയിരിക്കാം, ഓറൽസ് ഒരു ലീഗൽ സിറ്റുവേഷൻ ആയിരിക്കാം. ബാലൻസിൻ്റെ എനർജിയാണ് ഇത്. എന്തോ നിങ്ങൾ കുറേ സ്ട്രെസ്സാണ് എടുക്കണത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഓർ ഒരു സിറ്റുവേഷനിൽ കുറേ സ്ട്രെസ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു മാരേജ് ആയിരിക്കാം. മാരേജിൽ നിങ്ങൾ ഹാപ്പി അല്ല, എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, പ്രോബ്ലം ഉണ്ട്. അതല്ല വെച്ചാൽ മേ ബി നിങ്ങൾ ചെയ്യാൻ പോകണ പേഴ്സൻ്റെ കൂടെ എന്തോ ഇഷ്യൂസ് ആയിരിക്കാം. അതുമല്ല വെച്ചാൽ നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ ബിസിനസ്സിലോ എന്തെങ്കിലും ഒരു ലീഗൽ സിറ്റുവേഷൻ, അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് അങ്ങനെ നടക്കുന്നുണ്ടാവും. 9 ഓഫ് സോർഡ്സ് എന്താണ് ഇവിടെ? 9 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾ എന്തോ പ്രേ എന്തിനോ വേണ്ടിയിട്ട് പ്രേ ചെയ്യണ്ടായിരുന്നു. പാസ്റ്റിൽ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. എന്തോ ഒരു അൺഫെയർ മാതിരി ഫീലിംഗ് ഉണ്ടായിരുന്നു, എന്തോ ശരിയല്ല എന്ന ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ കുറെ പ്രേ ചെയ്യണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ കറണ്ട് എനർജിയിൽ ക്വീൻ ഓഫ് സോർഡ്സ് ആണ്.
കറണ്ട് എനർജിയിൽ നിങ്ങൾ കുറെ ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കുറെ ബൗണ്ടറീസും ഉണ്ട്. പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് യുനോ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ കുറെ ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ വെരി ഓപ്പൺ ആയിട്ട് ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ചില കേസസിൽ ഇതൊരു ഡിവോഴ്സ്ഡ് പേഴ്സന്റെ എനർജിയാണ്. അപ്പോൾ മേ ബി നിങ്ങൾ സെപ്പറേഷൻ ഇല്ല ഡിവോഴ്സിന്റെ പ്രോസസ്സായിരിക്കും നടക്കുന്നുണ്ടാവുക. പക്ഷെ അതിന് നിങ്ങൾ ഹീൽ ചെയ്യണു. സ്റ്റാർ എക്വേരിയസ് എനർജിയാണ്. അതിന് നിങ്ങൾ ഹീൽ ചെയ്യേണ്ട. നിങ്ങളുടെ വിഷ് എന്തോ ഗ്രാൻഡ് ആവുന്നുണ്ട്, പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. കുറച്ച് നിങ്ങൾക്ക് പേഷ്യൻസ് ആവശ്യമുണ്ട് ഈ മാസം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട മാതിരി ഔട്ട്കം നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് പേഷ്യൻ്റ്ലി കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മേ ബി നിങ്ങൾ എന്തോ ഫിനാൻഷ്യൽ കാര്യത്തിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഞാനത് ഫ്യൂച്ചറിൽ കാണുന്നുണ്ട്. 9 of Pentacles, കുറെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ. ആൻഡ് ഇതൊരു സിംഗിൾ പേഴ്സന്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിംഗിൾ ആവണു ഫ്യൂച്ചറിൽ. 9 of Pentacles ഇവിടെ വേൾഡ്. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റിൽ, നിങ്ങളുടെ മാരേജിൽ, ജോലിയിൽ. അത് സോർട്ട് ഔട്ട് ആയിട്ട് നിങ്ങൾ ഒരു നല്ല ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് എനർജിയിലാണ് ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത്. എന്തോ എൻഡ് ആയിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകുന്നുണ്ട്. ഒരു വലിയ ചേഞ്ച് ആണ് ഇത്, ഒരു ചെറിയ ചേഞ്ച് അല്ല. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, വേറെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. സ്ട്രെങ്ത് ലിയോ എനർജി. അപ്പൊ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ കുറെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇന്നർ സ്ട്രെങ്ത് ഉണ്ട് നിങ്ങൾക്ക് കുറെ. അപ്പോൾ കുറെ ഗ്രേസ്ഫുൾ ആയിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോണേ. ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് ടവർ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ ഒരു എൻഡിങ്, ഷോക്കിംഗ് എൻഡിങ് ഉണ്ട് ഇവിടെ. മറ്റു കാര്യം എനിക്ക് പറയാൻ എന്താ വെച്ചാൽ പൈസീസിന്റെ സൈനില് ലൂണാർ എക്ലിപ്സ് ഉണ്ടാവാൻ പോകുന്നുണ്ട് 17th. ഇതൊരു പാർഷ്യൽ ലൂണാർ എക്ലിപ്സ് ആണ്. പക്ഷെ ഈ എക്ലിപ്സസ് ഉണ്ടാവുമ്പോൾ യൂഷ്വലി ചില സിറ്റുവേഷൻസ് നമ്മളുടെ ലൈഫിൽ എൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവും. കുറച്ചൊരു ഷോക്കിംഗ് എനർജിയാണ് അത്. പക്ഷെ ഇത് ഉണ്ടായത് ഷോക്കല്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു എന്തോ വർക്ക്ഔട്ട് ചെയ്യൂന്നില്ലാന്ന്. പക്ഷെ അതിന്റെ ഒരു സഡൻ എൻഡ് ആയിരിക്കും. പറഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ എൻഡ് ഇത്ര വേഗം ഉണ്ടാവും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ ടവർ. എന്തോ ഒരു ഷോക്കിംഗ് ന്യൂസ്, ഇല്ലാച്ച ഒരു ഷോക്കിംഗ് എൻഡിങ്, ഇല്ലാച്ച എന്തോ ഒരു ചേഞ്ച് ഓഫ് മൈൻഡ്, എന്തോ ഒരു ഷോക്കിംഗ് ഡെവലപ്മെന്റ്, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നുണ്ട് ഇവിടെ. സ്കോർപ്പിയോ എനർജി ഉണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ ഒരു പാസ്റ്റ് പേഴ്സൺ, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവരെ ഓൾറെഡി എൻഡിങ് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാനും പോകുന്നുണ്ട്. അതല്ലാച്ചാ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് മാരേജിൽ, റിലേഷൻഷിപ്പിൽ വെച്ചാൽ അത് എന്തോ ഒരു ഷോക്കിംഗ് ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട് ആ റിലേഷൻഷിപ്പിൽ. കിങ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് കുറെ പ്രാക്ടിക്കലായി ചിന്തിക്കുക, ഇമോഷണലായി ചിന്തിക്കണ സമയമല്ല ഇത്. ഓക്കെ, പ്രാക്ടിക്കലായി ഡിസിഷൻ എടുക്കുക. 5 of Pentacles, എസ്പെഷ്യലി പൈസയുടെ കാര്യത്തിൽ കുറെ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇവിടെ ഒരു ലോസ് ഉണ്ട്, ഫിനാൻഷ്യൽ ലോസ്. ആരോ നിങ്ങളെ ചീറ്റ് ചെയ്യണ എനർജി ഉണ്ട്. അപ്പോൾ എന്താ നിങ്ങൾ ഡിസൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ കുറെ സൂക്ഷിച്ച് ഡിസൈഡ് ചെയ്യുക, ഇമോഷണലി, ഫിനാൻഷ്യലി. എന്നുവെച്ചാൽ ആരോ ഇവിടെ നിങ്ങളെ ചീറ്റ് ചെയ്യണ എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുക, കുറെ പ്രാക്ടിക്കലായി കാര്യങ്ങൾ ചിന്തിക്കുക. ഇമോഷണലായ ചിലപ്പോൾ ഈ പേഴ്സൺ എന്തോ നിങ്ങൾക്കൊരു ലോസ് ക്രിയേറ്റ് ചെയ്യും. അതല്ലാച്ചാൽ നിങ്ങൾക്ക് കുറെ ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവും. ഓക്കെ, ഹിഡൻ ഫാക്ടറിൽ നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ ഹിഡൻ ഫാക്ടർ ആയിട്ട്? എന്തോ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് നൈറ്റ് ഓഫ് കപ്സ്. ഒരു പുതിയ പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വരണു, പക്ഷെ നിങ്ങൾ ഷുവർ അല്ല. എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോഴും പാസ്റ്റിനെ കുറിച്ചാണ് വിചാരിക്കണേ, ആ പാസ്റ്റിനെയാണ് നിങ്ങൾ റിഗ്രറ്റ് ചെയ്ത് നിൽക്കണേ. അപ്പോൾ നിങ്ങൾ ആ പ്രസന്റ് എനർജിയിൽ എന്തെങ്കിലും ഒരു ലവ് ഓഫർ വരുന്നുണ്ടാച്ചാലും ശ്രദ്ധിക്കുന്നില്ല. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സ് പാസ്റ്റിലാണ്. അപ്പൊ ഔട്ട്കം എന്താണ് ഇവിടെ? ഔട്ട്കം നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിന്റെ ഔട്ട്കം ആണ് വീൽ ഓഫ് ഫോർച്യൂൺ. ഇതൊരു നല്ല ഔട്ട്കം ആണ്. യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ സെപ്റ്റംബറിൽ എന്താ ആവണ വെച്ചാൽ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഒരു പെർമനന്റ് സിറ്റുവേഷൻ അല്ല, ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ.
നല്ല ദിവസം പിന്നെ ഇതിന്റെ മുമ്പ് എല്ലാം നല്ലതായിരുന്നു വെച്ചാൽ എപ്പോഴും സമയം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നല്ല സമയം കഴിഞ്ഞിട്ട് ഒരു ചീത്ത സമയമായിരിക്കാം, അത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു നല്ല സമയം വരും. അപ്പോൾ അതിന്റെ ഒരു ഹോപ്പാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഒരു പോസിറ്റീവ് സൈൻ ആണ്. അത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് സമയം ഉണ്ടാച്ചാലും അത് ചേഞ്ച് ആവും. നിങ്ങൾ കുറെ ഇംബാലൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യണത് ഈ സമയത്ത്, പക്ഷെ അത് ഒരു സെലിബ്രേഷനിൽ കൺവേർട്ട് ആവും. ഓക്കെ, അപ്പോൾ എന്തോ നല്ല ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷെ അത് ശരിയായ സമയത്തേ ഉണ്ടാവുള്ളൂ. ഈ ഡിഫിക്കൽട്ട് സമയം കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക, എന്നുവെച്ചാൽ നിങ്ങൾക്ക് വരാൻ പോണ സമയം നല്ല സമയമാണ്. അപ്പോൾ കുറെ പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. ആൻഡ് നമ്മൾക്ക് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഒറക്കിൾ മെസ്സേജ് ആണ് കമ്മ്യൂണിക്കേഷൻ ഇസ് കീ, ന്യൂ മൂൺ ഇൻ ജെമിനി. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് എൻ്റെ ചാനലിനെ ജോയിൻ ചെയ്യണം മെമ്പറായിട്ട് വെച്ചാൽ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട് യൂട്യൂബ് ചാനലിൽ, എൻ്റെ ചാനലിൽ. അതിനെ ക്ലിക്ക് ചെയ്ത് എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്ന്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ടേക്ക് കെയർ.